ഞാൻ രേഖ. ഞാൻ ഉണ്ടാക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ മാങ്ങാച്ചാറാണ്. ഇത് അധികം നാൾ വെക്കാൻ പറ്റില്ല, വേഗം കൂട്ടി തീർക്കുന്ന അച്ചാറാണ്. ഞാൻ 1/2 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് കഴുകിയ ശേഷം വെള്ളമൊക്കെ തുടച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളമാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പുവെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ 3-4 കാന്താരി മുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് അരിഞ്ഞ് ചേർത്താലും മതി. പച്ചമുളക് വേണ്ടാന്നുള്ളത് ഒഴിവാക്കാം, ഓപ്ഷണലാണ്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്ന് ഇളക്കിയിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത്, ഞാൻ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അതിൽ നിന്ന് 1/2 ടീസ്പൂൺ ചതച്ച് നമുക്ക് മാങ്ങ അച്ചാറിലേക്ക് ചേർക്കണം. അതൊന്ന് ചേർത്ത് കഴിഞ്ഞ ശേഷം അടച്ച് ഞാൻ വെക്കുകയാണ്. ഇത് രാത്രിയിലാണ് തയ്യാറാക്കിയത്. എന്നിട്ട് ഇനി രാവിലെയാണ് എടുക്കുന്നത്. ഒരു ദിവസം വെച്ചേക്കണം, എന്നാലേ മാങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയുള്ളൂ. ഞാൻ പിറ്റേ ദിവസമായിട്ട് 1 ദിവസം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്കുള്ള കടുക് വറുക്കാനായിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്. എണ്ണ അവരവർക്ക് ആവശ്യമുള്ളത്രയും ഉപയോഗിക്കാം. ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും 2 വറ്റൽമുളകും കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില, പിന്നെ കുറച്ച് കായം. കായപ്പൊടി ഇട്ടാലും മതി. ഞാനൊരു ചെറിയ കഷ്ണം കായമാണ് ഇട്ടത്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ഇട്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക്. ഞാൻ തൽക്കാലത്തേക്കൊന്ന് ഓഫാക്കി, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. എന്നിട്ട് മുളകൊന്ന് വറുത്ത ശേഷം വീണ്ടും സ്റ്റൗ ഓണാക്കിയാണ്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാർച്ച വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് അരപ്പൊന്ന് വേവണം. അതേപോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് ശേഷം മാങ്ങാച്ചാറിലേക്ക് അത് ചേർത്ത് ഇളക്കുക. മാങ്ങാച്ചാർ അതിലേക്കിട്ട് ഒരിക്കലും തിളപ്പിക്കരുത്, മാങ്ങ വെന്തു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. തണുത്ത ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. താങ്ക് യു.